നമസ്കാരം. ഇന്ന് നമ്മൾ WB യേറ്റ്സിന്റെ വളരെ പ്രശസ്തമായ കൂളിലെ വന്യ അരയന്നങ്ങൾ എന്ന കവിതയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പ്രകൃതിക്കൊരു മാറ്റമില്ല, പക്ഷെ മനുഷ്യൻ ഓരോ നിമിഷവും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു സംഘർഷമാണ് കവിതയുടെ കാതൽ. ശരി, നമുക്ക് ആ കവിതയുടെ ലോകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമുക്ക് ആ ഒരു ദൃശ്യം മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കാം. കൂൾ പാർക്കിലെ മനോഹരമായ ശാന്തമായ ഒരു ശരത്കാല സന്ധ്യ. ഒക്ടോബർ മാസമാണ്. സന്ധ്യാ വെളിച്ചമുണ്ട്. മുന്നിലുള്ള തടാകത്തിലെ വെള്ളം അനങ്ങാതെ കിടക്കുകയാണ്. അതിൽ ആകാശത്തിന്റെ പ്രതിബിംബം കാണാം. ഇതാണ് കവിതയുടെ പശ്ചാത്തലം. അപ്പോ ഈ ശാന്തമായ കാഴ്ചകൾക്കിടയിലെ കവിയുടെ കണ്ണിലൊരു നമ്പർ പെടുകയാണ്. അതൊരു സാധാരണ കണക്കല്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മുഴുവൻ ഉണർത്താൻ പോകുന്ന ഒരു സംഖ്യയായിരുന്നു അത്. അതെ, 59 അരയന്നങ്ങൾ ആ വെള്ളത്തിലൊഴുകി നടക്കുന്നു. ഇതൊരു വെറും നിരീക്ഷണമല്ല. നിങ്ങൾക്കറിയാമോ, ഈയൊരു സംഖ്യയാണ് കവിയുടെ ചിന്തകൾക്കും ഓർമ്മകൾക്കുമൊക്കെ തുടക്കമിടുന്നത്. അദ്ദേഹം ഓരോന്നിനെയും ശ്രദ്ധയോടെ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ്. ആ അരയന്നങ്ങളെ കണ്ടതും കവിയുടെ മനസ്സ് നേരെ പിന്നോട്ട് പോവുകയാണ്, 19 വർഷം പുറകിലേക്ക്. പഴയ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും ചിറകടിച്ചു വരികയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇവിടെ വരുന്നത്. അദ്ദേഹം ഇതേ അരയന്നങ്ങളെ ആദ്യമായി എണ്ണാൻ ശ്രമിച്ചിട്ട് 19 ശരത്കാലങ്ങൾ, അതായത് 19 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആ ആദ്യത്തെ ശ്രമത്തിന് ശേഷം ഇന്നാണിപ്പോൾ അദ്ദേഹം വീണ്ടും അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ളത് ഭയങ്കര എനർജറ്റിക്കായിട്ടുള്ള ഒരു സീനാണ്. അന്ന് അദ്ദേഹം എണ്ണിത്തീരുന്നതിന് മുൻപ് തന്നെ വലിയ ശബ്ദത്തോടെ ചിറകടിച്ച് ആ അരയന്നങ്ങളെല്ലാം കൂടി ആകാശത്തേക്ക് പറന്നുയർന്നു. ഇന്നത്തെ ഈ നിശ്ചലമായ കാഴ്ചയിൽ നിന്നും എത്രയോ വ്യത്യസ്തം, അല്ലേ? ഇനി ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. ഈ അരയന്നങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കവിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മനസ്സിലാവുകയാണ്. കാലം അവരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അവർക്കൊരു മാറ്റവുമില്ല. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ആ അരയന്നങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് കവി തിരിച്ചറിയുന്നു. അവർക്കിപ്പോഴും ഒരു തളർച്ചയുമില്ല. അവർ ഇണകളായി ഒരുമിച്ചു നീങ്ങുന്നു. അവരുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. ജീവിതത്തോടുള്ള അതേ അഭിനിവേശവും വിജയതൃഷ്ണയുമൊക്കെ ഇപ്പോഴും അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് കവി അവരെ തിളക്കമുള്ള ജീവികൾ എന്ന് വിളിക്കുന്നത്. ഈയൊരു പ്രയോഗത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. 1, അവരുടെ സൗന്ദര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ആരാധന. 2, അവരുടെ ലോകത്തിൽ നിന്ന് താൻ എത്രത്തോളം അകന്നുപോയി എന്നൊരു തിരിച്ചറിവ്. ഇതാണ് ശരിക്കും ഈ കവിതയുടെ ഹൃദയമെന്ന് പറയുന്നത്. ഒരു വശത്ത് മാറ്റമില്ലാതെ തുടരുന്ന അരയന്നങ്ങൾ, മറുവശത്ത് കാലം ഒരുപാട് മാറ്റിമറിച്ച കവി. ആ ഒരു താരതമ്യത്തിന്റെ വേദനയാണ് ഇവിടെ പ്രകടമാവുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അരയന്നങ്ങൾ പഴയതുപോലെ തന്നെ. പക്ഷെ കവിയോ? അദ്ദേഹത്തിന് എല്ലാം മാറിയിരിക്കുന്നു. 19 വർഷം മുൻപ് അദ്ദേഹത്തിന് നല്ല ചെറുപ്പമായിരുന്നു, സന്തോഷമായിരുന്നു, ഭാരം കുറഞ്ഞ ചുവടുകളായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വേദനയാണ്, ശരീരത്തിന് ക്ഷീണമാണ്. അവരുടെ ആ ഒരു മാറ്റമില്ലാത്ത ഊർജവും ജീവിതവും കാണുമ്പോൾ അത് കവിയെ സ്വന്തം വാർദ്ധക്യത്തെക്കുറിച്ചും ക്ഷീണത്തെക്കുറിച്ചും വേദനിപ്പിക്കുന്ന രീതിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ സൗന്ദര്യം അദ്ദേഹത്തിന് സന്തോഷമല്ല, മറിച്ച് വേദനയാണ് തരുന്നത്. അപ്പോൾ ഈയൊരു വേദനയിൽ നിന്ന് കവിയുടെ ചിന്തകൾ പതിയെ ഭാവിയെക്കുറിച്ചുള്ളൊരു പേടിയിലേക്ക് മാറുകയാണ്. ഒരുതരം നഷ്ടബോധം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങുന്നു. അദ്ദേഹം സ്വയം ചിന്തിച്ചു തുടങ്ങുകയാണ്, ഇവരൊക്കെ ഇനി ഭാവിയിൽ എവിടെയായിരിക്കും? ഏത് പുൽച്ചെടികൾക്കിടയിലായിരിക്കും കൂടുണ്ടാക്കുക? ഒരുപക്ഷെ താനിനി കാണാൻ സാധ്യതയില്ലാത്തൊരു ഭാവിയെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് ആ നഷ്ടബോധത്തിൽ നിന്നാണ്. കാലത്തെ അതിജീവിച്ച ഈ ജീവികൾ അടുത്തതായി എവിടെയായിരിക്കും പോവുക എന്ന് കവിക്ക് ഒരു പിടിയുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭയം അതൊന്നുമല്ല. തന്റെ ജീവിതത്തിൽ മാറ്റമില്ലാതെ നിന്ന ഈ ഒരേ ഒരു സാന്നിധ്യം, ഈ അരയന്നങ്ങൾ. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷരായാലോ, അവരും പറന്നുപോയാലോ? ആ ഒരു ചിന്തയാണ് അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വിശകലനത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും കവിതയുടെ ആ പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അതായത് പ്രകൃതിയുടെ അനശ്വരമായ യൗവനവും മനുഷ്യജീവിതത്തിന്റെ ക്ഷണികമായ അവസ്ഥയും. ഈ കവിത ശരിക്കും നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ നാം എന്തിനെ ആശ്രയിച്ചാണ് അളക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റമില്ലാതെ നിൽക്കുന്ന അരയന്നങ്ങൾ ഏതൊക്കെയാണ്? അതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണല്ലേ?